ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ എല്ലാവരും ഡേ 1 എന്തായാലും ഡയറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡേ 2യുടെ മീൽസ് മെനു ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ കുഞ്ഞു ടിപ്സും ഉണ്ട്. അപ്പം നിങ്ങൾ വയറ് കുറയ്ക്കാനുള്ള ടിപ്സ്, ചിയ ഡ്രിങ്ക് കുടിക്കാത്തവരാണെങ്കിൽ ചിയ ഡ്രിങ്ക് കുടിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ നമ്മൾ അധിക ഫാറ്റില്ലേ വയറിൻ്റെ വയറൊക്കെ പോയി കിട്ടും. പെട്ടെന്ന് വയറിലെ ഫാറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ചിയ ഡ്രിങ്ക് കുടിച്ചാൽ മതി. കൂടാതെ വയറിനുള്ള എക്സസൈസ് കൂടുതലായിട്ട് കൊടുത്താലും മതി. നമ്മൾ ഈ ഈ കാൽ വെച്ചിട്ട് ഈ ഭാഗത്തോട്ട് പൊന്തിച്ചും താഴ്ച്ചും പൊന്തിച്ചും ചെയ്ത് ഈ ഭാഗത്തോട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ വയറ് നന്നായിട്ട് പോയി കിട്ടും. നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡേ ഫസ്റ്റിന് 63,100, പിന്നെ എനിക്ക് കിട്ടിയത് 61,900. അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ റിസൾട്ട് ഉറപ്പല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആദ്യം ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് 100 ഗ്രാം വെച്ചിട്ട് അല്ലെങ്കിൽ 200 ഗ്രാം വെച്ചിട്ടൊക്കെ കുറയാറുണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് 1/2 കിലോ വെച്ച് കുറയാൻ തുടങ്ങി. അതിനുള്ള കാരണം ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ, അതായത് ജിമ്മിലൊന്നും പോവാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്ക് മറ്റുള്ളവർ കാണുമെന്നുള്ള മടിയുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ അതിനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നടക്കാൻ പോകാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ വീട്ടിലത്തെ ജോലി വെച്ച് മാറ്റി വെച്ചിട്ട് നടക്കാൻ പോകാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ ഞാൻ പറയാം. അപ്പം ഞാൻ എന്താ ചെയ്യുക, നമ്മൾ ഉച്ച സമയം അല്ലെങ്കിൽ രാത്രി കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഒരു 8 to 9 മണി അതിൻ്റെ ഉള്ളിൽ ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഫുഡ് കഴിച്ച അരമണിക്കൂറിന് ശേഷം എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം ഫ്രീ ആയിട്ട് കിട്ടണ ആ സമയത്ത് എന്ത് ചെയ്യും, ഞാൻ നമ്മളെ റൂമിൽ ആ വാതിൽ കുറ്റിയിട്ടാൽ അതാരും കാണത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ ഇട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുക. അപ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് വേർക്കും. നമ്മൾ ശരീരം നന്നായിട്ട് വേർത്താൽ മാത്രം മതി. അത് ജിമ്മിൽ പോയിട്ടോ ആണെങ്കിൽ അങ്ങനെ, അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നമ്മൾ നന്നായിട്ട് ഡാൻസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പാട്ട് വെച്ചിട്ട് സൂംബ ഒക്കെ വീഡിയോസൊക്കെ ഇപ്പോൾ കുറേ അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ 100 ഗ്രാം ആദ്യമൊക്കെ എൻ്റെ കുറയുമ്പോൾ എനിക്ക് 100 ഗ്രാം കുറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഡേ 1 ഇത്രയാണ് വെയിറ്റ്, ഡേ 2 രാവിലെ മെഷീൻ എന്തായാലും വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കും. അപ്പോൾ ഡേ 1 ഇത്രയാണ് വെയിറ്റ്, ഡേ 2 ഇത്രയാണ് വെയിറ്റ്, അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ വെയിറ്റിൽ തമ്മിൽ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ വെയിറ്റ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും കാണാൻ നമുക്ക് വെയിറ്റ് കുറഞ്ഞായി തോന്നില്ല. നമുക്ക് വെയിറ്റ് കുറഞ്ഞായി തോന്നണമെന്നുണ്ടെങ്കിൽ 5 കിലോ എങ്കിലും കുറഞ്ഞിട്ടണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള വെയിറ്റ് പോയി എന്നുള്ളത് ശരിക്കും മനസ്സിലാവുക. 1-2 കിലോയിലൊന്നും ഒരിക്കലും നമുക്ക് വ്യത്യാസം അറിയത്തില്ല. ഒരാൾ കണ്ടാൽ പോലും പറയില്ല. 5 കിലോ ആണെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞൊരു മാറ്റം വരും. 10 കിലോ കുറഞ്ഞാൽ നന്നായിട്ട് മാറ്റം വരും. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ കൂടെ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടായിരിക്കും. 21 ദിവസം ഞാൻ ഡെയിലി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെയിറ്റ് ലോസിൻ്റെ വീഡിയോസും മീൽസ് മെനു ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും അത് സ്വീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഡേ 2യുടെ മീൽ പ്ലാനും കൂടി കണ്ടിട്ട് വരാം. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അപ്പോൾ മീൽസ് മെനു കണ്ടിട്ട് വരാം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഫസ്റ്റ് ഡിറ്റോക്സ് വാട്ടർ, ചിയ ഡ്രിങ്ക് കുടിക്കുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റായി ഇന്നെടുത്തുള്ള 2 ബോയിൽഡ് എഗ്ഗാണ്. കൂടെ കുക്കുംബർ സ്ലൈസ് ചെയ്ത് ഉപ്പും കുരുമുളകും ഒന്ന് തൂക്കി കൊടുക്കുക. അതിനൊപ്പം തന്നെ ഒരു ബ്ലാക്ക് കോഫി, അതല്ല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടീ, ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് റോബസ്റ്റ് എടുക്കാം. നിങ്ങൾ കൊയിൽ മാങ്ങ അല്ലാത്ത ഏത് ഫ്രൂട്ട് ഉണ്ടെങ്കിലും എടുക്കാം. പിന്നെ ലഞ്ച് ഓപ്ഷനായിട്ട് 2 ഫിഷ് ഫ്രൈ ചെയ്തത് കേട്ടോ.
അതായാലോ മത്തിയോ ഏതാണെങ്കിലും. പിന്നെ ഒരു ബോൾ കാബേജ് തോരൻ, അതിനുശേഷം 5 മിനിറ്റിന് ശേഷം ഒരു ഗ്രീൻ ടീ എടുക്കാം. ഇനി ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഒരു പോപ്കോണോ അല്ലെങ്കിൽ പീനട്ടോ ബദാമോ എന്തെങ്കിലും ഒന്ന് എടുക്കാം. പിന്നെ 6-6:30 മണിയാകുമ്പോഴേക്കും നമുക്ക് 2 ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും കഴിക്കാം. പിന്നെ അതിനുശേഷം ഒരു ഗ്രീൻ ടീയും കൂടി എടുക്കുക. പിന്നെ വർക്കൗട്ട് ചെയ്യാനോ പിന്നെ അല്ലെങ്കിൽ നടക്കാനോ ഒന്നും മറക്കരുത്. കൂടെ 3 ലിറ്റർ വെള്ളം കുടിക്കുക. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ തോരൻ വെച്ചിട്ടുള്ളത് അത് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കപ്പ, ഉരുളക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങൾ റൂട്ട് ഐറ്റംസ് ഒന്നും കഴിക്കരുത്. അതുപോലെ തന്നെ ജീരക വെള്ളം കുടിക്കാൻ നന്നായിട്ട് ശ്രമിക്കുക. അത് 3 ലിറ്റർ വെള്ളം എന്തായാലും കിടക്കാൻ സമയമാകുമ്പോഴേക്കും കുടിക്കുക. പിന്നെ പുറത്ത് പോകുന്നവരാണ്, ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ലഞ്ച് ബോക്സിൽ കറക്റ്റായിട്ട് സ്നാക്കായിട്ടും ഫ്രൂട്ടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ശരീരത്തിന് ക്ഷീണമൊന്നും അറിയില്ല. ഒരു ആപ്പിള്, ഒരു ഓറഞ്ച് അങ്ങനെയൊക്കെ ആ ഒരു സ്നാക്ക് ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും റോബസ്റ്റ പഴം, അതേപോലെ ആൽമണ്ട്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പീനട്ട് എടുക്കുക 1 കപ്പ് അങ്ങനെയൊക്കെ പറയുന്നത്. അത് നമ്മൾ കൊളസ്ട്രോളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പീനട്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിലൊക്കെ, അതേമാതിരി തൈറോയിഡ് പേഷ്യൻസ് ക്യാബേജ് കഴിക്കരുത്. അതിന് പകരം നമുക്ക് വേറെ എല്ലാ ചീരപ്പേരി, മുരിങ്ങ ഉപ്പേരി അല്ലെങ്കിൽ വായ പച്ചക്കായ ഉപ്പേരി, പല ഉപ്പേരികളും ഉണ്ടല്ലോ, കൈപ്പക്ക, അങ്ങനെ എന്താണോ നിങ്ങളുടെ വീട്ടിൽ അന്ന് ഉണ്ടാക്കിയത് ആ ഉപ്പേരി എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 2 പീസ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, 2 പീസ് മീനാണെങ്കിൽ മീൻ. ഇനി നിങ്ങൾക്ക് ഫ്രൈ ചെയ്താണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്യാതെ കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. വെറുതെ കൂടുതൽ ഓയിൽ കൊടുക്കാതെ ഷാലോ ഫ്രൈ ചെയ്തിട്ടൊക്കെ എന്തായാലും ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്.